ഇന്നുണ്ടല്ലോ നമ്മുടെ കുട്ടികൾക്ക് അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്ന അമൃതം പൊടി ഉണ്ടല്ലോ അതിൻ്റെ ടേസ്റ്റ് ഒട്ടും മനസ്സിലാവാത്ത രീതിയിൽ നല്ല നാടൻ ഒരു പലഹാരം ഉണ്ടാക്കി നോക്കിയാലോ. ഇനി അമൃതം പൊടി വീട്ടിലില്ലാത്ത ഒരു ഗോതമ്പ് പൊടി വെച്ചിട്ടാണെങ്കിലും ഇത് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്, പ്രത്യേകിച്ച് ഒരു നാടൻ പലഹാരമാണ്, ഹെൽത്തിയാണ് കേട്ടോ. ആദ്യം തന്നെ ഞാൻ ഇവിടെ ഒരു കപ്പ് അമൃതം പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി അമൃതം പൊടി ഇല്ലാത്തവർക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം, കരിഞ്ഞു പോവരുത്. ലോ ഫ്ലെയിമിൽ ഇടുക. നന്നായിട്ടൊന്ന് വറുത്തതിന് ശേഷം നമുക്കതൊന്ന് മാറ്റി വെക്കാം, കരിഞ്ഞു പോവാതെ മാറ്റി വെക്കാം. അപ്പം ഞാൻ ദേ അതൊരു ബൗളിലോട്ട് വറുത്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ആ ഒരു പാനിൽ തന്നെ ആദ്യം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കതിലേക്ക് പഴം കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചെറുപഴമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത്തപ്പഴം വേണമെന്നുണ്ടെങ്കിൽ ഏത്തപ്പഴമാണെങ്കിലും എടുക്കാവുന്നതാണ്. ഞാൻ നന്നായിട്ട് പഴുത്ത് പോയ ചെറുപഴമൊക്കെ പിള്ളേർ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നന്നായിട്ട് പഴുത്ത പഴം ഇരിക്കുന്നതുകൊണ്ട്